ബഹുമാന്യരെ, നന്തങ്കോട് സേക്രഡ് ഹാർട്ട് ചർച്ചിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊപ്പം ഇതിൽ പങ്കുചേരുവാൻ സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഈ പള്ളി സാക്ഷ്യം വഹിക്കുന്നത് വെറും 50 വർഷമല്ല. ഈ 50 വർഷത്തെ പ്രാർത്ഥനയാണ്, കണ്ണീരാണ്, സേവനമാണ്, സന്തോഷമാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ പള്ളിയായി വിശ്വാസികളുടെ സ്വപ്നമായി തുടങ്ങിയ ഈ ദേവാലയം ഇന്ന് ഈ നാടിൻ്റെ ആത്മീയ വെളിച്ചമാണ്. അന്ന് ഇവിടെ മാമോദീസ മുങ്ങിയ കുഞ്ഞുങ്ങൾ ഇന്ന് അപ്പച്ചന്മാരും അമ്മച്ചുമാരുമായി മാറി. അതുപോലെ അന്ന് യുവമിഥുനങ്ങളായി വിവാഹം കഴിച്ച ചെറുപ്പക്കാരായ യുവാക്കൾ ഇന്ന് മുത്തച്ഛന്മാരും മുത്തച്ഛിമാരുമായി മാറി. 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയുടെ കല്ലിട്ട മുത്തച്ഛന്മാർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാതിരിക്കാം. അവർ കാലത്തിൽ ഒലിച്ചു പോയിരിക്കാം. അവരുടെ കണ്ണീരിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമാണ് എന്നീ കാണുന്ന പള്ളി. നമുക്ക് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പള്ളിയുടെ അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം കിട്ടിയ ധാരാളം ഡോക്ടർമാർ, എൻജിനീയർമാർ, അധ്യാപകർ, വക്കീലന്മാർ, നാടുകളിൽ പോയി ജോലി നേടിയ ധാരാളം പേരുണ്ട്. പള്ളിയിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങളിലൂടെ നല്ലവരായ ധാരാളം ആൾക്കാർ നമ്മുടെ ഈ ഇടവകയിലുണ്ട്. നമ്മുടെ ഈ പ്രയാസങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിക്കാം. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാം. യുവജനങ്ങളെ കൂടെ നിർത്താം. പള്ളിയുടെ ഭാവി യുവജനങ്ങളിലാണ്. യുവജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ ഈ പള്ളിയുടെ വരദാനങ്ങളാണ്. നമ്മുടെ യുവജനങ്ങളോട് എനിക്കുള്ളൊരു പ്രത്യേക അഭ്യർത്ഥന, നമ്മുടെ സർക്കാർ സർവീസുകളിൽ നമ്മുടെ ഇടവകയിൽ നിന്നും യുവജനങ്ങൾ തീരെ വിരളമാണ്. അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം താല്പര്യം കാണിക്കണമെന്ന് യുവജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഇടവകയിലെ ഓരോ കുടുംബത്തിനും ഈ പള്ളിയെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ എല്ലാ വിശ്വാസികൾക്കും ഈ കാലയളവിൽ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ കൂടെ സേവനം ചെയ്ത എല്ലാ വൈദികർക്കും, അതുപോലെ തന്നെ അന്നത്തെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫാദർ സൈറസ് കളത്തിലച്ഛനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.